എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇടുന്ന യൂട്യൂബ് ചാനൽ ഗൾഫിനെ കുറിച്ചാണല്ലോ. എല്ലാവരും കാണണം കേട്ടോ. കണ്ടു കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് മസ്കറ്റിൽ ഗാല എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വീട്ടിലത്തെ കാര്യമാണ്. അപ്പോൾ അവിടെ പൊട്ടൻ കുട്ടീനെ നോക്കിയിട്ട് അവനെ അർബാനയിലിരുത്തി കൊണ്ടുപോകും. അവരുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇരുത്തി കളിപ്പിച്ച് അവിടുന്ന് വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവരും. പിന്നെ അവിടെ പെരുന്നാൾ വരും, നോമ്പ്. അപ്പോൾ നോമ്പ് സമയത്തിനൊരു പണിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ നോമ്പ് സമയത്തിന് അവർക്ക് ചോറ് ആട്ടുംപാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പുലർച്ചയ്ക്ക് എണിച്ചിട്ട് വെക്കണം. അവർ ആട്ടുംപാൽ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കുടിക്കണം. അത്രയും പാവങ്ങളാണേ. പിന്നെ അവർ ആട്ടുമേയ്ക്കാനായിട്ട് അവർ ഈ ഒരു സൈസ് പുഴ പോലെ ചാലുണ്ട്. ആ ചാലിൻ്റെ അടുത്തേക്ക് കേമ കെട്ടും. ടാർപ്പാള കൊണ്ടുപോയിട്ട് കേമ കെട്ടിയിട്ട് ആ കേമയ്ക്കകത്ത് ഞങ്ങളൊക്കെ ഇരിക്കും. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. ആ ഒഴുകി പോണ വെള്ളത്തിൽ കഴുകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവരുടെ വീട്ടിൽ പോയിട്ട്. നല്ല വീടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലത്തെ എല്ലാ ജോലി കഴിഞ്ഞാലും ആ കുട്ടി ഞാനും ഒരു റൂമിൽ കിടക്കും. അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ പെരുന്നാൾ വരികയാണ്. പെരുന്നാൾ വരുമ്പോൾ അവർ പറഞ്ഞ പോലെ ആടിനറക്കൽ, അത് കമ്പിമ കോർക്കൽ, കണലിൽ വേവിക്കൽ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പെരുന്നാൾ ദിവസം അപ്പം നമ്മൾ വിചാരിക്കും പെരുന്നാൾ ദിവസം ഇഷ്ടം പോലെ ഭക്ഷണം കറികളൊക്കെ ഉണ്ടാക്കേണ്ടി വരും, അവരുടേതായ രീതിയിലുള്ള ഭക്ഷണം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അവർ പെരുന്നാളിൻ്റെ അന്ന് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്നു, കൈനീട്ടം തന്നു, സന്തോഷമായിട്ട്. എന്നിട്ട് അവരെ തറവാട്ടിൽ വലിയ ഒരു ചെമ്പ് വയ്ക്കും. ആ ചെമ്പിൽ ആ വട്ടയിൽ ഈ തൊലി കളഞ്ഞ ഗോതമ്പുണ്ടല്ലോ, നല്ല ഹൈറ്റി പോലത്തെ ഗോതമ്പാട്ടാ, അതങ്ങോട്ടിട്ട് വേവിക്കുക. അതിൽ കോഴീനെ നുറുക്കിയിടും. വട്ടയ നിറച്ചങ്ങോട്ട് വേവിച്ച് ഇളക്കി അതിനെ അരീസെന്നാണ് പറയാം. ഇളക്കി പായസം പോലെ ആക്കും കൊഴുകൊഴുന്ന്. പക്ഷെ നല്ല ടേസ്റ്റാട്ടാ. എന്നിട്ട് അത് ഓരോ വീട്ടിലേക്ക് ഓരോ പാത്രം അതാണ് അവിടുത്തെ ആഹാരം. അപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ, ഞാൻ ഇങ്ങനെ പഷ്ണി കിടന്ന് ചാവില്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഉണ്ട് പകർച്ച കൊണ്ടുവരുന്നു. ഞങ്ങൾ നിൽക്കണ വീട്ടിലേക്ക് അവർ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്ക് സെപ്പറേറ്റായിട്ട് എൻ്റെ അർബാബിൻ്റെ എൻ്റെ സ്പോൺസറുടെ മാഡം എനിക്ക് ചപ്പാത്തി സെപ്പറേറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് അത് രാവിലെ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവരെ പെരുന്നാൾ വിശേഷം. അപ്പോൾ ഈ പെരുന്നാളിന് ഭക്ഷണം ഇല്ല. പിന്നെ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാളൊക്കെ ആകുമ്പോൾ സാധാ പോലെ ഈ പച്ചരിച്ചോറും ഈ ആട്ടുംപാലും. ഞാൻ കഴിക്കില്ല, അച്ചാറല്ല. അങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആട്ടങ്ങളെ നോക്കാൻ അവിടെ പോകും. ഈ ടാർപ്പാള കെട്ടിയ ഉള്ളിൽ പോയി ഇരിക്കുക, അവിടെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കൽ, അവർ കഴിക്കൽ നല്ല രസമായിരുന്നു അവിടുത്തെ കാര്യം കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുക്കനും ഞാനൊരു റൂമിലാണ് കിടക്കുക. നേരത്തെ എനിക്ക് 5 മണിക്ക് എണീക്കണം. കാരണം പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴേക്കും അവിടെ ചായ ഒന്നും പിള്ളേർക്ക് കൊടുക്കില്ല. വെറുതെ പാവങ്ങൾ രാവിലെ എണീച്ചിട്ട് എന്താ പറയുക, ചായയില്ല വെള്ളമോ ഒന്നുമില്ല. 7 മണിക്ക് അവരുടെ സ്കൂളിൽ പോകും. അയ്യോ, എന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നാൽ ഈ ആട്ടുംപാൽ ഒഴിച്ചിട്ടുള്ള ചോറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവരുടെ ഒരു വട്ടപാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് പാലൊഴിച്ച് ഇങ്ങനെ വാരി തിന്നും. അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ. ഇനിയും കുറേ വിശേഷം പറയാനുണ്ട് കേട്ടോ. പിന്നെ പ്രവാസികളെ, നിങ്ങളെല്ലാ പ്രവാസികളും ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് അടിക്കണേ. മസ്കറ്റിലുള്ളവരായാലും ഒമാനിലുള്ളവരായാലും ഏത് പ്രവാസികൾ, ഏത് നാട്ടിലുള്ളവർ, പുറത്ത് പോയി ജോലി ചെയ്യുന്നവരായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പ്രവാസികളാണ്, ഒരിക്കലും തന്നെ മറക്കരുത്. പ്രവാസ ജീവിതം അറിയാലോ. എന്തോ ഒരു കഷ്ടപ്പാടല്ലേ അവിടെ ഞാൻ ചെന്നിട്ട് ഓരോരുത്തരും കാണുന്നത് എല്ലാം ഞാൻ ഇനിയും പറയാം കേട്ടോ, ഓരോ എപ്പിസോഡിലും. നന്ദി, നമസ്കാരം കേട്ടോ.